എല്ലാ ഫലസ്തീനികളും കൊല്ലപ്പെടണം എന്ന് പറഞ്ഞ US മന്ത്രിയെ മുസ്ലിം മാധ്യമപ്രവർത്തകൻ ആക്രമിച്ചു. ആദ്യം വീഡിയോ കാണാം. I think it's time that he gets a taste of something else because I just can't with that history. In accordance with the laws of the state of Nevada, this court... Fuck that bitch! Hey! Whoa, 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 hey! Whoa! Hey! 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 Judge, man! What the fuck wrong with you? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളിൽ ഒന്നാണിത്. എല്ലാ ഫലസ്തീനികളും കൊല്ലപ്പെടണം എന്ന് പറഞ്ഞ US മന്ത്രിയെ മുസ്ലിം ജേർണലിസ്റ്റ് ആക്രമിക്കുന്നതായി പറയുന്ന വീഡിയോ. വാട്സാപ്പിലാണ് ഈ വീഡിയോ അടിക്കുറിപ്പ് സഹിതം ഇപ്പോൾ കൂടുതലും പ്രചരിക്കുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇത് പ്രചരിക്കുന്നു. ഇംഗ്ലീഷ്, അറബി ഭാഷകളിലും ഇത്തരം സന്ദേശം കാണാം. വനിതാ ഉദ്യോഗസ്ഥ സംസാരിക്കുന്നതിനിടെ ശ്രോതാക്കളിൽ നിന്നുള്ള ഒരാൾ ടേബിളിന് ഇപ്പുറത്തുനിന്ന് അവരുടെ നേരെ ചാടി വീഴുകയും ആക്രമിക്കുകയും ചെയ്യുന്ന 23 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പ്രചരിക്കുന്നത്. അമേരിക്കൻ മിനിസ്റ്റർ പറയുന്നത് ഇങ്ങനെ: എല്ലാ ഫലസ്തീനികളും കൊല്ലപ്പെടണം. മുസ്ലിമായ പത്രപ്രവർത്തകൻ റാദി ഹലീം ഒരു സിംഹത്തെ പോലെ അവളുടെ നേരെ ചാടി. ഇത് കാണേണ്ടതാണ്, പ്രചരിപ്പിക്കേണ്ടതാണ് മുസ്ലിം സഹോദര എന്നാണ് സന്ദേശങ്ങളിലുള്ളത്. പ്രചരിക്കുന്ന സന്ദേശങ്ങളും അടിക്കുറിപ്പും പരിശോധിച്ച സുപ്രഭാതം ഫാക്ട് ചെക്ക് യൂണിറ്റിന് അത് തീർത്തും വാസ്തവ വിരുദ്ധവും അതൊരു ബന്ധവുമില്ലാത്ത അടിക്കുറിപ്പും വീഡിയോയും ആണെന്ന് മനസ്സിലായി. എന്നാൽ ഈ വീഡിയോയുടെ വാസ്തവം എന്താണ്? ഈ വീഡിയോ US-ൽ നിന്ന് തന്നെയാണെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഇതിന് ഫലസ്തീനുമായി യാതൊരു ബന്ധവുമില്ല. US സ്റ്റേറ്റുകളിലൊന്നായ നെവാഡയിലെ നഗരമായ വെഗാസിലെ കോടതിയിൽ നിന്നുള്ള ദൃശ്യമാണിത്. തനിക്കെതിരായ ശിക്ഷാവിധി പ്രസ്താവിക്കുന്ന ജഡ്ജിയെ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറ്റവാളി ആക്രമിക്കുന്ന ദൃശ്യം. ഞങ്ങളുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് വിശദമായി പരിശോധിച്ചപ്പോൾ ഇതു സംബന്ധിച്ച വാർത്ത റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി 2024 ജനുവരി 4 പ്രസിദ്ധീകരിച്ചതായും കണ്ടെത്തുന്നുണ്ട്. ജഡ്ജി വിധി വായിക്കുമ്പോൾ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ലെന്നും ഞാൻ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെ നിങ്ങൾക്കും അറിയില്ലേ എന്നും പറഞ്ഞാണ് പ്രതി ജഡ്ജിയെ ആക്രമിക്കുന്നത്. ഈ വീഡിയോയാണ് മുസ്ലിം മാധ്യമ പ്രവർത്തകൻ അമേരിക്കൻ മന്ത്രിയെ ആക്രമിച്ചു എന്ന തരത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.